ഹലോ ഗൈസ്, ഗിച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ സാധനം. എന്താണെന്നല്ലേ, പിന്നെ വേറെ ഒന്നുമല്ല, ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ നമ്മുടെ തലയിലുള്ള നരയിലുണ്ടല്ലോ, വെളുത്ത മുടി കറുത്തതാകാൻ ഏറ്റവും ബെസ്റ്റ് സാധനമായിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അച്ഛൻ്റെ മുടി നന്നായിട്ട് നരയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ മുടി വളരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മുടി വരുന്നുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചായിട്ടേ ഉള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താ സാധനം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇതാണ് സാധനം. ഇത് നമ്മളിവിടെ പിന്നെ നീലപ്പാല എന്നാണ് പറയുന്നത്. വേറെ പേരെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നീലപ്പാല എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. മുടി കൊഴിച്ചലിനും മാറ്റമുണ്ട്. അതുപോലെ പുതിയ മുടി വരാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഈ മുടിയിലെ നര മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കുപ്പിയിലോട്ട് വെളിച്ചെണ്ണ എടുത്ത് വെക്കണം. ഒരു 1 ലിറ്ററോ, 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ. ഇപ്പം വെളിച്ചെണ്ണക്ക് വില കൂടി നിൽക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ, 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ. അപ്പോൾ അതിനകത്ത് എടുത്ത് ഒരു കുപ്പിയിൽ തന്നെ എടുക്കണേ. കുപ്പിയിലെടുത്തിട്ട് ആ കുപ്പിയിലോട്ട് നമ്മുടെ ഈ ഇലയുണ്ടല്ലോ, ഈ നീലപ്പാല, ഈ ഇല ഒരു 4-5 ഇല അത് നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ കുപ്പിയിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 7 ദിവസം, കൃത്യം 7 ദിവസം വയ്ക്കണം. കൃത്യം 7 ദിവസം നമ്മൾ വെയിലത്ത് വയ്ക്കണം. വെയിൽ കൊള്ളിച്ചെടുക്കണം. ഇത് കൃത്യം 7 ദിവസം തന്നെ വെക്കണം. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിട്ട് പോകാൻ പാടില്ല. അതായത് നമ്മൾ വെക്കാണ്ടിരിക്കാൻ മറന്നു പോകാൻ പാടില്ല. കൃത്യം എടുത്ത് വെക്കണം. അതായത് നമ്മൾ കൃത്യം 7 ദിവസം തന്നെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചിലപ്പോൾ എടുത്ത് വെക്കാൻ മറന്നു പോകും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യണം. പിന്നെ ഇപ്പം മഴയൊക്കെ ആണല്ലോ. അപ്പം വെയിലില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നമ്മളിടയ്ക്ക് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പുണ്ടല്ലോ, അതായത് ഗ്യാസ് അടുപ്പല്ല, നമ്മളെ വിറകടുപ്പിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ 7 ദിവസം അത് അവിടെ നിന്ന് ചൂട് കൊള്ളിച്ചാലും മതിയാകും. വെയിലില്ലാത്ത സാഹചര്യങ്ങളിലാണ്. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് തന്നെ വെച്ച് എടുക്കുക. അപ്പോൾ ഇത് 7 ദിവസത്തിന് ശേഷം അങ്ങനത്തെ കാണിച്ചില്ലേ, ഈ കളറ് ആയി കിട്ടും. വെളിച്ചെണ്ണ ഈ കളറായി വരും. അതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇത് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നേരിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് എന്നുവെച്ചാൽ ഞാനത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനിത് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അച്ഛന് നല്ല നരയുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയാനുള്ള കാര്യം. അതുപോലെ എൻ്റെ ഏട്ടൻ്റെ മോൾ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ മോളത്. ആ മോളുടെ മുടി ചെറിയൊരു നല്ല കറുപ്പുണ്ടായിരുന്നില്ല മുടിക്ക്. അപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനതങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ എൻ്റെ കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടുതലും വേണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.